A cyclist starts from center O of circular park of radius 1 kilometer, reaches the edge P of the park, then cycles along the circumference and returns to the center along QO as shown the figure. ഇതാണ് a figure. If the round trip takes 10 minutes, what is the net displacement, average velocity and average speed of the cyclist? അപ്പോൾ നമ്മൾ ഫിസിക്സിലെ 3rd ചാപ്റ്ററിലെ ഒരു പ്രോബ്ലമാണ്. നോക്കി നോക്കാം. എ സൈക്ലിസ്റ്റ് സ്റ്റാർട്ട് ഫ്രം സെൻറ്റർ ഓയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ് ഓഫ് സർക്കുലർ പാർക്ക് ഉണ്ട്. സെൻറ്റർ ഓയിൽ നിന്ന് അദ്ദേഹം സൈക്ലിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. അതിൻ്റെ റേഡിയസ് 1 കിലോമീറ്റർ ആണ്. റീച്ചസ് എഡ്ജ് പി. അപ്പോൾ തന്നെ അദ്ദേഹം സീറോയിൽ നിന്ന് അല്ലെങ്കിൽ ഓയിൽ നിന്ന് പിയിലേക്ക് 1 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരിക്കും. ദെൻ സൈക്കിൾസ് അലോങ് ദി സർക്കംഫറൻസ്. എന്നിട്ട് എറോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കൂടെയാണ് അദ്ദേഹം ട്രാവൽ ചെയ്യുന്നത്. ഇതിൽ കൂടെ ഇങ്ങനെ. ആൻഡ് ദെൻ റീച്ചസ് O Q. എന്നിട്ട് അലോങ് ക്യൂ ഓയിലൂടെ അദ്ദേഹം ഓയിലേക്ക് എത്തുകയാണ്. അതായത് അദ്ദേഹം ഈ ഒരു ദൂരം സൈക്കിൾ ചവിട്ടി. ഇഫ് ദ റൗണ്ട് ട്രിപ്പ് ടേക്ക് 10 മിനിറ്റ്, 10 മിനിറ്റ് മൊത്തം എടുത്തെങ്കിൽ വാട്ട് ഈസ് ദ നെറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ്? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഫൈനൽ പോയിന്റിലേക്കുള്ള സ്ട്രെയിറ്റ് ലൈനാണ്. ഇപ്പോൾ ഒരാൾ ഇങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ഇതാണ് ഫൈനൽ പോയിന്റ്, ഇതാണ് ഇനീഷ്യൽ പോയിന്റ് എങ്കിൽ ഫൈനലിൽ നിന്ന് ഇനീഷ്യലിലേക്കുള്ള ഒരു സ്ട്രെയിറ്റ് ലൈനാണ് എന്ത് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഇദ്ദേഹം ഒരു സർക്കിള് സെൻട്രൽ ഓയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ഇങ്ങനെ പോയി തിരിച്ച് ഇങ്ങനെ വരുന്നു, ഇവിടേക്ക് തന്നെ വരുന്നു. അപ്പോൾ ഇവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റും ഫൈനൽ പോയിന്റും സെയിം ആണ്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 0 ആണ്. അങ്ങനെയാണെങ്കിൽ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് 0 തന്നെയാണ്. അപ്പം നമുക്കറിയാം വെലോസിറ്റിയുടെ ഇക്വേഷൻ നോക്കി കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ബൈ ടൈം, അപ്പോൾ 0 തന്നെയായി. അപ്പോൾ ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നതും 0 ആയി. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ് അതിലത്തെ പാത്ത്. അദ്ദേഹം സൈക്കിൾ ചവിട്ടിയ ടോട്ടൽ പാത്ത് എന്ന് പറയുന്നത് r + π/2 π/2 + r ആണ്. അപ്പോൾ റേഡിയസ് 1 കിലോമീറ്റർ ആണ്. അദ്ദേഹം ഇങ്ങനെ ഇങ്ങോട്ട് വന്നതും 1 കിലോമീറ്റർ ആണ്. അപ്പോൾ 1 + 1 2 കിലോമീറ്റർ എടുത്തു. പിന്നെ ഈ ഒരു സർക്കിളിൻ്റെ ഒരു ക്വാർട്ടർ പോർഷനും ഒരു കാൽ ഭാഗവും അദ്ദേഹം സൈക്കിൾ ഓട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ അത് കാണാൻ ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസ് ചുറ്റളവ് അല്ലെങ്കിൽ മൊത്തം ട്രാവൽ ചെയ്ത ദൂരം എന്ന് പറയുന്നത് 2πr ആണ്. 2πrനെ ഇത് 4 കഷ്ണത്തിൽ ഒരെണ്ണല്ലേ. സോ 2πr/4 കട്ട് ചെയ്യുമ്പോൾ 2 വരും. സോ πr/2 ആണ് അദ്ദേഹം ഇത്രയും ട്രാവൽ ചെയ്ത ദൂരം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോൾ πr/2 ആണ് അദ്ദേഹം ഇത്രയും ട്രാവൽ ചെയ്തത്. ഇനി ആദ്യം ഇങ്ങോട്ട് ട്രാവൽ ചെയ്തു, റേഡിയസ് 1 കിലോമീറ്റർ, സോ 1. പിന്നെ ഇതാണ് πr/2, സോ അത് എഴുതാം. പിന്നെ ഇങ്ങോട്ട് വന്നു, ഇതും 1 ആണ്. അപ്പോൾ 1 + 1 2 എന്ന് എഴുതാം. അപ്പോൾ 2 + πr/2, 2 + പൈയുടെ വാല്യൂ 3.14 ഇൻറ്റു റേഡിയസ് 1/2. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 2 × 2 4 പ്ലസ് 3.14 / 2 ചെയ്യുമ്പോൾ 3.57 കിട്ടും. ഇതാണ് അദ്ദേഹം ടോട്ടൽ ട്രാവൽ ചെയ്ത നെറ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആവറേജ് സ്പീഡാണ്. അദ്ദേഹം ട്രാവൽ ചെയ്തിട്ടുള്ള ആവറേജ് സ്പീഡ് കാണണമെങ്കിൽ ടൈം നമുക്കറിയാം 10 മിനിറ്റാന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം എടുത്തത് ക്വസ്റ്റ്യനിൽ. സോ 10/60, 10 മിനിറ്റിനെ നമ്മൾ അവറിലേക്ക് കൺവേർട്ട് ചെയ്യണം. കാരണം റേഡിയസ് നമ്മളിവിടെ കിലോമീറ്ററിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കിലോമീറ്റർ എടുക്കുക, അവർ എടുക്കുക, അല്ലെങ്കിൽ മീറ്റർ സെക്കൻഡ് എടുക്കുക. ഇപ്പോൾ ഇവിടെ കിലോമീറ്ററിലാണ് റേഡിയസ് എടുത്തിട്ടുള്ളത്. നമ്മളതിനെ സെൻറ്റിമീറ്ററിലേക്കൊന്നും മാറ്റിയിട്ടില്ല. നമ്മളിവിടെ കിലോമീറ്റർ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ഹവർ എടുത്താൽ മതി. ഇവിടെ തന്നിട്ടുള്ള മിനിറ്റാണ്. അപ്പോൾ സെക്കൻഡിലേക്ക് ആക്കാണ്ട് നേരെ ഹവറിലേക്ക് ആക്കുക. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ 1/6 ഹവർ എന്ന് വരും. 1/6 ഹവർ എന്ന് വരും. അപ്പോൾ അത് കിട്ടി. ഇതാണ് സമയം. ഇനി ആവറേജ് സ്പീഡിൻ്റെ ഇക്വേഷൻ ടോട്ടൽ ട്രാവൽ ചെയ്ത ലെങ്ത്ത് ബൈ ടൈം. അതായത് 3.57 ആണ് ടോട്ടൽ ലെങ്ത്ത് ഡിവൈഡ് ബൈ 1/6. അത് ചെയ്യുമ്പോൾ 2143 കിട്ടും. ഇതാണ് അദ്ദേഹത്തിൻ്റെ ആവറേജ് സ്പീഡ്. അപ്പോൾ ഇവിടെ കൺവേർഷനിലെ കാര്യം ഞാൻ ഒന്നും കൂടി പറഞ്ഞു തരാം.
നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് കിലോമീറ്ററിലാണ് റേഡിയസ് തന്നിട്ടുള്ളത്. ആദ്യത്തെ കാര്യം, സമയം തന്നിട്ടുള്ളത് 10 മിനിറ്റ് എന്നാണ്. അപ്പോൾ ഇവിടെ ഇത് കിലോമീറ്ററാണ്. ഒന്നെങ്കിൽ ഇതിനെ കിലോമീറ്ററിനെ നമുക്ക് സെൻറ്റിമീറ്ററിലേക്ക് ആക്കാം, മിനിറ്റിനെ നമുക്ക് സെക്കൻഡിലേക്ക് ആക്കാം. പക്ഷെ നമ്മളുടെ കിലോമീറ്റർ 1 ആയതുകൊണ്ട് അതിനെ നമ്മൾ സെക്കൻഡിലേക്ക് മാറ്റി സെൻറ്റിമീറ്ററിലേക്ക് മാറ്റിയാൽ അത് 0.0 വെച്ചിട്ട് വരും ആൻസർ. അപ്പോൾ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പം നല്ലൊരു നമ്പർ ആയതുകൊണ്ട് നമ്മൾ 1 കിലോമീറ്റർ തന്നെ ഉപയോഗിച്ചു. അപ്പോൾ കിലോമീറ്റർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സമയം ഹവർ ഉപയോഗിക്കണം. സോ നമുക്ക് മിനിറ്റിൽ തന്നിട്ടുള്ളതിനെ നേരെ ഹവറിലേക്ക് മാറ്റണം. അതാണ് ഇവിടുത്തെ കൺവേർഷനിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ. കൺവേർഷൻ തെറ്റിപ്പോയാലും ഉത്തരം തെറ്റിപ്പോവും. താങ്ക് യു.